ഏറ്റുമാനൂർ കാവ്യവേദി ട്രസ്റ്റിന്റെ 24ാമത് വാർഷികോത്സവം ഏറ്റുമാനൂർ NSS കരയോഗം ഹാളിൽ നടന്നു. യോഗത്തിൽ പ്രൊഫസർ സെബാസ്റ്റ്യൻ വട്ടമറ്റം അധ്യക്ഷനായിരുന്നു. ആക്ടിംഗ് ചെയർമാൻ ബ്രസിലി ജോസ് സ്വാഗതം ആശംസിച്ചു. ജോയ് തൊമ്മൻകുത്ത് മുഖ്യപ്രഭാഷണം നടത്തി. അപ്പം നമുക്ക് കഴിയാത്ത എന്തൊക്കെയോ ബിംബകൽപ്പനകൾ ചിലർക്കുണ്ട്, അവരെ അപ്രിഷിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു കൊല്ലത്തിപ്പെണ്ണിൻ്റെ ധർമ്മസങ്കടം, ഒരു വല്ലാത്ത ധർമ്മസങ്കടം ഒരു കൊല്ലത്തിപ്പെണ്ണാണ്. അതാണ് സിറ്റുവേഷൻ. ഈ പ്രയുക്ത കവിത ലോകത്തെല്ലാം പ്രയുക്ത കവിതയാണ് സാർ. ഇപ്പം എഴുതുന്ന എല്ലാ കവികളും പ്രയുക്ത കവികളാണ്. കാര്യം അറിയാമോ? മാതൃഭൂമി അവിടുന്ന് സാർ ഒരു കവിതയുണ്ട, ഒരു കവിത ഓണത്തിന് ഇത് തന്നെയാണ് പ്രിയദർശൻ ഞങ്ങളോട് പറഞ്ഞത്. പ്രിയദർശൻ ഞങ്ങളോട് പറയുന്നത് അവിടുന്ന് സുഭാഷ് ചന്ദ്രൻ പിന്നെ വീരാൻകുട്ടിയോട് പറയും, ഇത്രയേ ഉള്ളൂ. അപ്പം തന്നെ കവിതയിൽ ഓണത്തിന് ശ്രാവണ അങ്ങനെ ഇങ്ങനെ എഴുതുന്നതല്ലേ കവിത, അതും പ്രയുക്ത കവിതയല്ലേ? പിന്നെ എല്ലാം പാട്ടാണ്, എല്ലാം പാട്ടാണ്. ചെറുശ്ശേരി കൃഷ്ണഗാഥ, കിളിപ്പാട്ട്, എല്ലാവരും പാട്ടാണ് എഴുതിയത്, അല്ലാതെ കവിത എഴുതിയിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ പാട്ട് തന്നെയാണ് കവിത. ഡോക്ടർ ജോസി ജോസഫ് പ്രസംഗിച്ചു. പുരസ്കാരം നേടിയ കൃതികൾ പ്രൊഫസർ മെൽബി ജേക്കബ് പരിചയപ്പെടുത്തി. ദീപ സുകുമാരൻ പ്രശസ്തി പത്രം വായിച്ചു. ചലച്ചിത്ര ഗാനരചയിതാവ് രാജീവ് ആലങ്കൽ പുരസ്കാരങ്ങൾ സമർപ്പിച്ചു. കവിതാ പുരസ്കാരം ബേബിച്ചൻ പേരയിലും, കഥാപുരസ്കാരം ഉണ്ണികൃഷ്ണൻ കിടങ്ങൂരും, മിത്ര പുരസ്കാരം ഡോക്ടർ ആശാരതിയും ഏറ്റുവാങ്ങി. PM സുഭാഷ് സ്മാരക പുരസ്കാരം മഹിളാമണി സുഭാഷിൽ നിന്ന് മിനി സുരേഷ് ഏറ്റുവാങ്ങി. ബാലഗോപാലൻ പേരൂർ കൃതജ്ഞത പ്രകാശിപ്പിച്ചു.